കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയ നിറഞ്ഞവരെ, ഏതു രീതിയിലുള്ള കുറവുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ഒരു പ്രായമാകുമ്പോൾ കാഴ്ചയിലുണ്ടാകുന്ന കുറവ്, കേൾവിയിലുണ്ടാകുന്ന കുറവ് എല്ലാം തന്നെ നമ്മെ പല രീതിയിൽ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ജന്മനാ തന്നെ കുറവുകളുള്ള എത്രയോ പേരുണ്ട്. പലരും കുറവുകളെ വകവയ്ക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ട്. മറ്റു ചിലർ കുറവുകളെ നികത്തുവാനായിട്ട് പരിശ്രമിച്ച് വിജയിക്കുന്നവരുണ്ട്, പരാജയപ്പെടുന്നവരുണ്ട്. പ്രിയ നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളും ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെ വലിയ ഒരു ജ്ഞാനമാണ്. ഈ കുറവുകളിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ നിറയേണ്ട വലിയ ഒരു ദൈവീകമായ ജ്ഞാനം. എൻ്റെ ജീവിതത്തിൽ കുറവുകൾ എവിടെയാണോ അവിടെയാണ് ദൈവം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എവിടെയാണോ കുറവുകൾ അവിടെ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവ മഹത്വത്തിനായിട്ട് നമ്മൾ ആ കുറവുകളെ ആത്മീയമായ പക്വതയോടെ കാഴ്ചവെക്കുവാൻ നമ്മൾ മനസ്സായാൽ തീർച്ചയായിട്ടും എൻ്റെ കുറവുകളിൽ ദൈവം പ്രവർത്തിച്ച് അത് വലിയ കൃപയാക്കി അനുഗ്രഹമാക്കി നമുക്ക് മാറ്റാൻ ദൈവം നമുക്ക് മാറ്റിത്തരും. പലപ്പോഴും കുറവുകളെക്കുറിച്ച് ആലോചിച്ച് പരിതപിച്ച് ദൈവത്തിന് മുമ്പിൽ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു നിമിഷമെങ്കിലും നമുക്ക് ആ കുറവിനെ ദൈവമഹത്വത്തിനായി സമർപ്പിച്ച് ആമേൻ പറയാൻ സാധിക്കുമോ പ്രിയ നിറഞ്ഞവരെ? എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപയുടെ അനുഭവങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കും. പലപ്പോഴും ദിവികാനത്തിന് മുമ്പിൽ നമ്മൾ ദൈവമേ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു, ദൈവം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നു, ദൈവം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ന് പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ ഒരു അസ്വസ്ഥതയുടെ ചിന്തകളിലൂടെ കുറവിനെക്കുറിച്ച് ആലോചിച്ച് കടന്നു പോകുന്നതിന് പകരം ദൈവമേ എൻ്റെ ജീവിതത്തിലെ ഈ കുറവുകളെ ഇതാ നിനക്ക് മഹത്വം നൽകാനായി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം എൻ്റെ ഈ കുറവിൽ പ്രകടമാക്കി അങ്ങയുടെ കൃപയുടെ വഴിയിലൂടെ എൻ്റെ ജീവിതത്തെ നയിക്കണമേ എന്ന് വിട്ടുകൊടുത്ത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു നോക്കി. പ്രിയ നിറഞ്ഞവരെ, ഇതാ ദിവ്യകാരണ ഈശോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നടത്തും. അവിടുന്ന് എൻ്റെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ ഒരു ഉപകരണമാക്കി കണ്ടുമുട്ടുന്നവരിലേക്ക് കടന്നു വരുന്നതിലേക്കൊക്കെ കൃപയുടെ ഒരു സമൃദ്ധി തന്നെ എന്നിലൂടെ അവിടുന്ന് നടത്തി നമുക്ക് ദർശിക്കാൻ സാധിക്കും. നമുക്കൊരു നിമിഷം കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാനീശോയുടെ മുമ്പിൽ ഈശോയെ, പലപ്പോഴും എൻ്റെ കുറവുകളെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് പരിതപിക്കുകയും പിറുപിറുക്കുകയും പരിഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണ് ഞങ്ങൾ. ഇതാ ഈ നിമിഷം എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് സ്വയം പരിതപിക്കുന്നതിന് പകരം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് പൂർണ്ണമായി നൽകുന്ന ഈശോയെ, അവിടെയെല്ലാം അങ്ങയുടെ മഹത്വം പ്രകടമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മഹത്വം പ്രകടിപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ കുറവുകളെ പൂർണ്ണമായും ആമേൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിൽ. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിൽ.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.